ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ICTയിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു എൻട്രി മോഡലായ ബോക്സ് സെറ്റപ്പിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ നമ്മൾ CRT കാൻഡിൽ റേഞ്ച് തിയറിനെ പറ്റി പഠിച്ചു. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും അത് പവർ ഓഫ് 3 ബേസിലാണ് വർക്ക് ചെയ്യുന്നതൊക്കെ പഠിച്ചു. അതുപോലെ തന്നെയാണ് ഈ ബോക്സ് സെറ്റപ്പും വർക്ക് ചെയ്യുന്നത് പവർ ഓഫ് 3 ബേസിലാണ്. പവർ ഓഫ് 3 എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഈ ബോക്സ് സെറ്റപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പവർ ഓഫ് 3 പ്രകാരം ഒരു അക്യുമുലേഷൻ റേഞ്ച് ചെയ്തു പോകുന്ന മാർക്കറ്റ്, അതായത് ബയ്യേഴ്സും സെല്ലേഴ്സും സ്ട്രോങ് ആയിട്ട് പ്രസൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റ്. ഇതിൻ്റെ മുകളിലാണെങ്കിൽ സെൽ ചെയ്യാനും ആൾക്കാരുണ്ടാവും, ഇതിൻ്റെ താഴെയാണെങ്കിൽ ബൈ ചെയ്യാനും ആൾക്കാരുണ്ടാവും. ഈ സെൽ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് മൊത്തം എവിടെ ഉണ്ടാവുക? ഏകദേശം ഒരു ഈ ഒരു റേഞ്ച് ഉണ്ടാവുക. ഇതിനെ നമ്മൾക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയും. അതായത് ഈ സെൽ ചെയ്ത ആൾക്കാരുടെ ലിക്വിഡിറ്റി നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്നും, ഇവിടെയാണെങ്കിൽ ബൈ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഈ ബൈ ചെയ്ത ആൾക്കാരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ അടിയിലും കാണൂലേ? അതിനെയാണ് നമ്മൾ സെൽ സൈഡ് ലിക്വിഡിറ്റി എന്നും പറയാം. ഈ ബൈ ചെയ്ത ആൾക്കാരുടെ ലിക്വിഡിറ്റിനെ സെൽ സൈഡ് ലിക്വിഡിറ്റി എന്നും പറയും. പവർ ഓഫ് 3 പ്രകാരം മാർക്കറ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുക്കും. ഒന്നെങ്കിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കും, അല്ലെങ്കിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കും. ഇപ്പോൾ മാർക്കറ്റ് ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തുനിന്നിരിക്കും. മാർക്കറ്റ് ആണെങ്കിൽ ആ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നേരെ താഴോട്ടേക്ക് പോകും. അതായത് അടുത്ത റേഞ്ച് ലിക്വിഡിറ്റി ആയ സെൽ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് പോവാം. ചില സമയത്ത് ഇങ്ങനെ നടക്കുമ്പോൾ മാർക്കറ്റിനാണെങ്കിൽ ഇവിടുന്ന് ആ മാനിപ്പുലേഷൻ നടന്നതിന് ശേഷം, ഇങ്ങനെയുള്ളതിന് സംഭവത്തിന് മാനിപ്പുലേഷൻ എന്നാണ് പറയുക. ഈ മാനിപ്പുലേഷൻ നടന്നതിന് ശേഷം ആവശ്യമുള്ള ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. അതായത് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റിന് ആവശ്യമുള്ളത്ര ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ല. മാർക്കറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി താഴോട്ട് പോയിട്ട് വീണ്ടും ഇവിടത്തേക്ക് വരും ബോക്സ് സെറ്റപ്പ് പ്രകാരം. അതായത് ഈ മാനിപ്പുലേഷൻ നടന്നതിൻ്റെ ഈ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മാനിപ്പുലേഷൻ ബ്ലോക്ക്. മാർക്കറ്റിന് ആവശ്യമുള്ള ലിക്വിഡിറ്റി കിട്ടാത്തതുകൊണ്ട് മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ട് പോയിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് ഇവിടെ ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും താഴോട്ട് പോവുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാനിപ്പുലേഷൻ ബ്ലോക്ക്. ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ ബ്ലോക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി സമയം വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ട് പോകും. വീണ്ടും ഈ മാനിപ്പുലേഷൻ ബ്ലോക്കിലൊക്കെ വന്നിട്ട് ഇവിടെയുള്ള ബാക്കിയുള്ള ലിക്വിഡിറ്റിയും കൂടി എടുക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് മൊത്തമായിട്ട് ഈ മാനിപ്പുലേഷൻ ബ്ലോക്കിനെ സ്വീപ്പ് ചെയ്തിട്ട് ലിക്വിഡിറ്റി മൊത്തത്തിലെടുത്തിട്ട് താഴോട്ട് പോകും. ഇതിനാണ് ബോക്സ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റേഞ്ച് നമ്മൾ അക്യുമുലേഷൻ എന്നും, ഈ ഒരു റേഞ്ച് നമ്മൾ അക്യുമുലേഷൻ എന്നും, ഈ ഒരു മാനിപ്പുലേഷൻ നടന്ന ഇതിനെ മാനിപ്പുലേഷൻ എന്നും പറയും. അതായത് മാനിപ്പുലേഷൻ ബ്ലോക്ക് എന്നും. ഈ മാനിപ്പുലേഷൻ ബ്ലോക്ക് എന്നും കൂടിയിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ള ഈ ഒരു ഫേസിനാണ് നമ്മൾ ബോക്സ് സെറ്റപ്പ് പ്രകാരം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇനി നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു ലൈവ് ചാർട്ട് എക്സാമ്പിൾ നോക്കാം. ഞാൻ അന്ന് കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും അത് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ JPY-ൻ്റെ 1 hour ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഞാൻ അടുത്തുള്ളത്. ഇവിടെയാണെങ്കിൽ ഞാനൊരു അക്യുമുലേഷൻ ഫേസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ബൈ സൈഡ് ലിക്വിഡിറ്റിയും സെൽ സൈഡ് ലിക്വിഡിറ്റിയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറൻറ്റ്ലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആണെങ്കിൽ ഇവിടുത്തെ ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുന്ന് സെൽ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് ആണെങ്കിൽ ആ എടുത്ത ഭാഗത്ത് ഞാനാണെങ്കിൽ മാനിപ്പുലേഷൻ ബ്ലോക്കായിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ട് പോയിട്ട് ആ മാനിപ്പുലേഷൻ ബ്ലോക്കിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള പെൻഡിങ് ഓർഡേഴ്സ്, അതായത് ലിക്വിഡിറ്റിയും കൂടി എടുത്തിട്ട് താഴോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ, അതായത് ബോക്സ് സെറ്റ് പ്രകാരം പറയുന്നത്. നമുക്ക് ഏതായാലും കുറച്ചും കൂടി സമയം വെയിറ്റ് ചെയ്യാണ്ട്. ഇത് ലൈവ് ചാർട്ടാണ്. ഞാനാണെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. മാനിപ്പുലേഷൻ ബ്ലോക്ക് ഞാനവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ ബ്ലോക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലും കാര്യങ്ങളൊക്കെയാണ് എൻട്രി നോക്കേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ട് പോയിട്ട് വീണ്ടും ആ മാനിപ്പുലേഷൻ ബ്ലോക്കിൽ വന്നിട്ട് അവിടെ ഉള്ള ലിക്വിഡിറ്റി മൊത്തം എടുത്തിട്ടാണ് താഴോട്ട് പോയിട്ടുള്ളത്. എനിക്ക് ഏതായാലും ഈ എൻട്രിയും കാര്യങ്ങളൊക്കെ മിസ്സായിരുന്നു. ഞാനതിന് കുറച്ച് പണിയിലും കാര്യങ്ങളൊക്കെ ആയി. ഞാൻ ഇത് മൊത്തത്തിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ വന്ന് എനിക്ക് നോക്കാൻ കഴിഞ്ഞത്. ബോക്സ് സെറ്റ് പ്രകാരം എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മൊത്തത്തിലൊരു എൻട്രി കിട്ടിയിരുന്നു. വീണ്ടും മാനിപ്പുലേഷൻ ബ്ലോക്കിലേക്ക് പ്രൈസ് വരുന്നു, നമ്മൾ അവിടുന്ന് എൻട്രി എടുക്കുന്നു. ഇനി ഏതായാലും നമുക്ക് ഇതിൻ്റെ മറ്റൊരു ചാർട്ട് എക്സാമ്പിളും കൂടി നോക്കാം. ഞാൻ ഇതിന് മുമ്പ് എൻട്രി എടുത്തുള്ളൊരു ചാർട്ടാണ്. അതും കൂടി നമുക്ക് ഏതായാലും നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ EURNSDൻ്റെ 4 hour ടൈം ഫ്രെയിം ചാർട്ടാണ് ഞാൻ അടുത്തുള്ളത്. ഇവിടെ ഞാനാണെങ്കിൽ അക്യുമുലേഷൻ ഫേസ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ബൈ സൈഡ് ലിക്വിഡിറ്റിയും സെൽ സൈഡ് ലിക്വിഡിറ്റിയും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സെൽ സൈഡ് ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്വീപ്പ് ചെയ്ത ആ ഭാഗത്ത് ഞാനാണെങ്കിൽ മാനിപ്പുലേഷൻ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ആ സ്വീപ്പ് ചെയ്തതിൻ്റെ താഴെയുള്ള ഭാഗത്തെ
ഞാൻ മാനിപ്പുലേഷൻ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്തിട്ടു. സോ അവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആണെങ്കിൽ എന്ത് ചെയ്ത് ആ മാനിപ്പുലേഷൻ തന്നു, വീണ്ടും മുകളിലോട്ട് പോയി, വീണ്ടും കുറച്ച് മുകളിലോട്ട് പോയിട്ട് വീണ്ടും ആ മാനിപ്പുലേഷൻ ബ്ലോക്കിലേക്ക് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയിട്ടുള്ളത്. നമ്മളാണെങ്കിൽ ഈ ബോക്സ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിൽസും നമ്മുടെ കൺഫർമേഷൻസും വെച്ച് മാത്രം എൻട്രി എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ഈ ബോക്സ് സെറ്റപ്പിൻ്റെ കുറച്ചും കൂടി കൺഫർമേഷൻ രീതിയിൽ എൻട്രി എടുക്കുന്ന വീഡിയോ ആണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്കോഡിൽ ലിങ്ക് കൊടുത്തേക്കാം. അതിനകത്ത് കയറി നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിനും നല്ലൊരു മറ്റൊരു സെറ്റപ്പോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.